മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള വലിച്ചെറിയൽ മുക്ത പൊതുസ്ഥലം പരിപാടിയുടെ ഭാഗമായി മുഹമ്മ മാർക്കറ്റിലും മുഹമ്മ ബസ് സ്റ്റാൻഡിലും മാലിന്യമുക്ത സന്ദേശ പ്രചരണം നടത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് വലിച്ചെറിയൽ മുക്ത പൊതുസ്ഥലം പരിപാടിയുടെ ഭാഗമായി മുഹമ്മ ബസ് സ്റ്റാൻഡിലും മുഹമ്മ മാർക്കറ്റിലും ശുചിത്വ സന്ദേശ പ്രചാരണം നടത്തിയത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പാഴ്വസ്തുക്കളും പൊതുനിരത്തിൽ വലിച്ചെറിയുന്നതിനെ ഒഴിവാക്കാൻ ബയോബിന്നുകൾ സ്ഥാപിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം എസ്.ടി. റെജി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എൻ.ടി. റെജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി.എൻ. നസീമ, സി.ഡി. വിശ്വനാഥൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മേഘനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ നിഷ പ്രദീപ്, ഷെജിമോൾ, വിനോമ രാജു, കുഞ്ഞുമോൾ, ജീവനക്കാരായ പ്രതീഷ്, ആവണി എന്നിവർ പങ്കെടുത്തു. നമ്മളെ സംബന്ധിച്ച് 2025 മാർച്ച് 31 കേരളം മാലിന്യമുക്ത നവകേരളം എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒട്ടനവധിയായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുസ്ഥലങ്ങൾ വലിച്ചെറിയൽ മുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ചടങ്ങാണ് ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലൊട്ടാകെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് അതിൻ്റെ പ്രഖ്യാപനം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുഹമ്മ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റും വലിച്ചെറിയൽ മുക്ത പൊതുസ്ഥലം എന്ന പ്രഖ്യാപനം നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പൊതുസ്ഥലങ്ങൾ ഒരു സന്ദർഭത്തിൽ മനുഷ്യന് ഒന്ന് സ്വസ്ഥമായി നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് അടക്കം മാർക്കറ്റ് അടക്കം ആ തരത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനാവശ്യമായ സർക്കാരിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പൊതുസ്ഥലങ്ങളും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ വീടുകളും അതേപോലെ തന്നെയാണ് നമ്മുടെ വേമ്പനാട് കായലിനോട് ചേർന്ന് നിൽക്കുന്ന തോടുകളും നമ്മുടെ പൊതുകുളങ്ങളും എല്ലാം തന്നെ വളരെ ഭംഗിയായി വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി മുഹമ്മ ഗ്രാമപഞ്ചായത്തിനെയും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഓരോ തെരുവുകളും ഓരോ വാർഡുകളും ഒക്കെ ഈ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്.